ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നേന്ത്രപ്പഴവും മുട്ടയും ബ്രെഡും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ബ്രെഡും പഴവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം അതിനെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ചെറിയ നേന്ത്രപ്പഴമാണ് എടുക്കണമെങ്കിൽ 2 എടുക്കണം. ഇതിപ്പോൾ വലിയ പഴമായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ 1 എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിനെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് പഴം കട്ട് ചെയ്ത ശേഷം നമുക്ക് ആ ബ്രെഡും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പം ഞാൻ അതവിടെ ബ്രെഡും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിനെ നല്ലതുപോലെ വറുത്തെടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇവിടെ നല്ലതുപോലെ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അടുത്ത ഞാൻ ഇതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഇതിനെ നല്ലതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. അധികം കരിഞ്ഞു പോകേണ്ട, 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ അതിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നെയ്യിലൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ പഴം ഇവിടെ ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. തിരിച്ച് മറിച്ചു വിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ. ഇവിടെ പഴം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ബ്രെഡും കൂടി ഇട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രെഡും ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പോൾ ഇതാ 2 സൈഡും തിരിച്ച് മറിച്ചു വിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അടുത്ത ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 1.5-2 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒരു വിസ്ക് വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ആ പഞ്ചസാരയും മുട്ടയും എല്ലാം നല്ലതുപോലെ മിക്സായി കിട്ടണം. അപ്പോൾ ഞാനവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും അതുപോലെ തന്നെ ബ്രെഡും പിന്നെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറ്റി വെച്ച ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ പാലിൽ ബ്രെഡൊക്കെ ചേർക്കുമ്പോൾ നല്ലതുപോലെ കുതിർന്ന് കിട്ടും. ഇനി അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പഴം മാറ്റി വെച്ച പഴമാണ് കേട്ടോ, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത ശേഷം ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു സ്പൂണ് കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കൊടുത്ത ശേഷം നല്ലതുപോലെ തീ കുറച്ച് വെച്ച് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ഒരു സൈഡ് ഇതാ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡ് ഞാൻ ദാ ഇവിടെ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇനി ഇതിനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ, നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും പഴവും കൊണ്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ.